വെള്ളാപ്പള്ളി നടേശൻ്റെ പരാതി ഈഴവ പെണ്ണുങ്ങളും ഹിന്ദു സ്ത്രീകളും പ്രസവിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രൊഡക്ഷൻ കൂട്ടിക്കൂടെ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നത്. ഇപ്പുറത്തത് അടുത്ത പ്രതിസന്ധി വന്നിരിക്കുകയാണ്. പെണ്ണുങ്ങൾക്ക് 37 മാസം കുഞ്ഞിനെ വയറ്റിൽ ചുമക്കാൻ വയ്യ. നേരത്തെ പ്രസവം വലിയ പ്രതിസന്ധിയാണ്. നമ്മൾ തമാശ രൂപത്തിലാണ് ഇത് പറയുന്നതിന് വലിയ പ്രതിസന്ധിയാണ്. 2017-18 6916 പേരാണ് അങ്ങനെ പ്രസവം നടന്നതെങ്കിൽ 23-24 ആകുമ്പോൾ അത് 7000 പേർക്ക് അടുത്താണ് 17-18 കാലത്ത് പ്രസവം നടന്നതെങ്കിൽ 23-24 കഴിഞ്ഞ വർഷത്തിൽ 27000 പെൺകുട്ടികളാണ് അങ്ങനെ പ്രസവിച്ചത്. ശരിക്കും ഇങ്ങനെ പ്രസവിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം വരും, പോഷകാഹാരം കംപ്ലീറ്റ് കുഞ്ഞിന് കിട്ടിക്കാണത്തില്ല, അമ്മയുടെ വയറ്റിലെ ശരീരത്തിലെ പോഷകാഹാരം കിട്ടിക്കാണത്തില്ല, വൈകല്യ സാധ്യത വളരെ കൂടുതലാണ്, ഓട്ടിസം ബാധിക്കുന്ന കുഞ്ഞുങ്ങളാവാൻ സാധ്യതയുണ്ട്, മനോവൈകല്യം വരാൻ സാധ്യതയുണ്ട്, അണുബാധ വരാൻ സാധ്യതയുണ്ട്, അമ്മയ്ക്കും കുഞ്ഞിനും മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഏതെങ്കിലും ഒരാൾ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. വലിയൊരു ആരോഗ്യ പ്രശ്നമാണിത്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? ഒന്നെന്ന് പറയുന്നത് വലിയ മാനസിക സമ്മർദ്ദമാണ് ഗർഭിണികൾ അനുഭവിക്കുന്നത്. BP വളരെ കൂടുന്നുണ്ട്, മാനസിക സമ്മർദ്ദമാണ്. 2 ഷുഗറിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഭക്ഷണ രീതികളുമായി ബന്ധപ്പെട്ട് ഷുഗറിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ മാനസിക സംഘർഷത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പൊണ്ണത്തടി പെൺകുട്ടികൾക്ക് പണ്ട് കാലത്താണെങ്കിൽ അരി ആട്ടുന്നതും അരി ഇടിക്കുന്നതും, ഉരളിൽ അരി ഇടിക്കുന്നു, അമ്മിയിൽ അതുപോലെ ഉരളിൽ അരി ആട്ടുന്നു, അതുപോലെ അമ്മിയിൽ അരയ്ക്കുന്നു, മിക്സിയില്ല, വെള്ളം കിണറ്റിൽ നിന്ന് കോരുന്നു. ഗർഭിണികളാണെങ്കിലും 10-ാം മാസം വരെ കഴിയുന്നത്ര ആരോഗ്യം ഉണ്ടെങ്കിൽ അവർ ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ ശരീരത്തിന് വലിയ മെയ്വഴക്കം വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് 8-10 പ്രസവമാണ് നടന്നിട്ടുള്ളത്. മിക്കവാറും എല്ലാം വീടുകളിലാണ് പ്രസവിച്ചിട്ടുള്ളത്. ഹോസ്പിറ്റലിലൊന്നും പോകാറില്ല. തൊട്ടടുത്തുള്ള ഒരു സ്ത്രീയാണ് വന്ന് പ്രസവം എടുക്കുന്നത് തന്നെ. ഒരു കയ്യിലെല്ലാം കെട്ടിയ റൂമിൽ അങ്ങനെ ഒരു പ്രത്യേക പ്രാകൃതമായ രൂപയിലൊക്കെ. പക്ഷേ എങ്കിലും 8-10 കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നു. വളരെ ആരോഗ്യത്തോടുകൂടി മൃഗങ്ങൾ പ്രസവിക്കുന്നത് പോലെ വളരെ ആരോഗ്യത്തോടുകൂടി ജീവിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ 1-2 കുഞ്ഞുങ്ങളാണുള്ളത്. ആ കുഞ്ഞുങ്ങൾ തന്നെ 37 ആഴ്ച തികയാതെ പ്രസവിക്കുന്നു എന്നുള്ളത് വളരെ 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 രസകരമായിട്ട് വരുന്നതെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധിയാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-25 വർഷം മുമ്പ് ഒരു ക്ലാസ് എടുത്തപ്പോൾ ഒരു പെൺകുട്ടി ഒരു തമാശയ്ക്ക് എന്നോട് ചോദിച്ചു, സാറേ എല്ലാ കാര്യവും ലോകത്ത് മാറുന്നു, നമ്മളുടെ പ്രസവത്തിന് ഈ 37 ആഴ്ച ആവശ്യമുണ്ടോ, ഒന്ന് മാറ്റാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചിരിച്ച് തമാശ, മോളെ അത് പറ്റില്ല കുഞ്ഞെ, കാരണം അതിനകത്തൊരു നിയമം ഇല്ലല്ലോ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്ന് 25 വർഷം മുമ്പ് പറഞ്ഞത് ഇത്ര യാഥാർത്ഥ്യമാകുന്നു. ശരിക്കും പറഞ്ഞാൽ ആലോചിച്ചാൽ വേറൊരു ഗുരുതരമായ, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു പ്രശ്നമാണ്. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് പെൺകുട്ടികളും അമ്മമാരും സഹോദരിമാരും ഒക്കെ എടുത്തേ പറ്റൂ. അതെങ്ങനെയാണ്? പെൺകുട്ടി കല്യാണം കഴിച്ച് പോയി ഗർഭിണിയാവിൻ്റെ പിറ്റേ ദിവസം തൊട്ട് സ്ത്രീധനം ചോദിച്ചു തുടങ്ങത്തില്ലേ, അല്ലെങ്കിൽ വിഷയങ്ങൾ ഉണ്ടാക്കത്തില്ലേ, അമ്മമാരൊക്കെ പോരങ്ങോട്ട് തുടങ്ങൂലേ? ഇതെല്ലാം മതിയാക്കി ഗർഭിണിയാവുന്ന സ്ത്രീകൾക്ക് വലിയ മാനസികമായ ഉല്ലാസവും സന്തോഷവും ആനന്ദവും കൊടുക്കണം. അമ്മയുടെ ആനന്ദം, അമ്മയുടെ സന്തോഷം, അമ്മ കഴിക്കുന്ന ഭക്ഷണം, എന്തെല്ലാം ഒരു ഗർഭിണി ചെയ്യുമോ അതിൻ്റെ മുഴുവൻ ചലനങ്ങളും കുഞ്ഞിലുണ്ടാകും. അതുകൊണ്ടാണ് നാടിനുതകുന്ന, കുടുംബത്തിനുതകുന്ന നല്ല കുഞ്ഞുങ്ങൾ സൃഷ്ടിക്കപ്പെടണം. ലൈംഗികമായ ബന്ധപ്പെടലിന് പോലും പവിത്രതയും സമയവും ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ വളരെ പവിത്രമായ രീതിയിൽ കുഞ്ഞുങ്ങൾ വരേണ്ടതുണ്ട്. അവരുടെ ആരോഗ്യം വലിയ പ്രശ്നമാണ്. 37 ആഴ്ച എന്ന് പറയുന്നത് ചെറിയ പീരീഡല്ല. അതുകൊണ്ട് പെൺകുട്ടികൾ അതിന് തയ്യാറാവണം. 37 ആഴ്ചയും സഹിക്കാൻ തയ്യാറാകണം. സഹിക്കലല്ല, അതൊരു പുണ്യമായി നിങ്ങൾ കരുതണം. പുരുഷന്മാർക്ക് കിട്ടാത്ത ഈ തലമുറകളെ സൃഷ്ടിക്കാൻ കഴിയുന്ന സ്ത്രീകൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു വരദാനമായും പുണ്യമായും വലിയൊരു വിഷയമായി നിങ്ങളതിനെ കാണണം. അല്ലാതെ അതൊരു ഭാരമായി നിങ്ങൾ കാണരുത്. ഈ തലമുറകളെ സൃഷ്ടിക്കാൻ കഴിയുന്ന പ്രധാനമന്ത്രി മുതൽ പ്രസിഡന്റ് മുതൽ ശാസ്ത്രജ്ഞർ മുതൽ എല്ലാവരെയും സൃഷ്ടിക്കുന്നത് അമ്മമാരാണ്, ഗർഭിണികളാണ്. നിങ്ങൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഈ ലോകത്ത് വന്ന് ഈ ലോകത്തെ മാറ്റുന്നത്. അതുകൊണ്ട് ഇതൊരു പുണ്യപ്രവൃത്തിയായി, പവിത്രമായ പ്രവൃത്തിയായി കാണണം. 37 മാസവും തികഞ്ഞ് പ്രസവിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കുറ്റമല്ല. BP ശ്രദ്ധിക്കണം, ഷുഗർ ശ്രദ്ധിക്കണം, മാനസിക വൈകല്യം ശ്രദ്ധിക്കണം, ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം, അമ്മായിയമ്മമാർ ശ്രദ്ധിക്കണം, കുടുംബ വീട്ടുകാർ ശ്രദ്ധിക്കണം. ഗർഭിണിയായ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ ഒരു ദുഃഖവും കൊടുക്കാതെ എല്ലാ നല്ല ഫുഡും കൊടുത്ത്, എന്ന് പറഞ്ഞ് ഒരുപാട് ഫുഡ് വാരി കൊടുത്ത് പൊണ്ണത്തടിയായി പോയാലും പ്രശ്നമാണ്. വളരെ കൃത്യമായി വ്യായാമവും ഫുഡും പോഷകാഹാരവും സന്തോഷവും ആനന്ദവും എല്ലാം കൊടുത്ത് മാസം തികഞ്ഞ് പെൺകുട്ടികൾ പ്രസവിക്കട്ടെ. നല്ല കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ വരട്ടെ. വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കരയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ പ്രൊഡക്ഷൻ്റെ തയ്യാറെടുപ്പിൽ നമ്മൾ നടത്തുന്നത്. നിങ്ങൾ നോക്കൂ, മറ്റെല്ലാ ഉൽപ്പന്നങ്ങളും, ലോകത്തുള്ള എല്ലാ ഉൽപ്പന്നങ്ങളിലും പെർഫെക്ഷൻ വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് പരമാവധി നല്ല ഇൻപുട്ട് കൊടുക്കും. ഇതിൽ മാത്രം എന്താണ് നമ്മൾ അങ്ങനെ ഒരു തമാശ കളിക്കുന്നതിനുള്ളൊരു മേഖലയല്ല. അതുകൊണ്ട് എന്നോട് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും പവിത്രമായ, ഏറ്റവും മനോഹരമായ, ഏറ്റവും സുന്ദരമായ കാര്യം എന്തെന്ന് പറഞ്ഞാൽ
കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അമ്മയുടെയും അച്ഛൻ്റെയും എന്താണ് സംയോഗമാണ് ലോകത്തിലെ ഏറ്റവും പവിത്രമായ കാര്യം. അതങ്ങനെ തന്നെ തുടരട്ടെ. നല്ല കുഞ്ഞുങ്ങൾ ഇവിടെ ജനിക്കട്ടെ. അതുകൊണ്ട് തന്നെ 37 മാസം എന്ന് പറയുന്നത് കുറയ്ക്കാനൊന്നും സാങ്കേതിക വിദ്യയ്ക്കൊന്നും കഴിയില്ല, ശാസ്ത്രത്തിനും കഴിയില്ല. നല്ല രീതിയിലുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ ജനിക്കട്ടെ. ഗർഭിണിമാരെ നമുക്കെല്ലാവർക്കും കൂടുതൽ ശ്രദ്ധിക്കാം.